ഈ ഒരാൾ ജനിച്ച നാൾ മുതൽ അന്ധനായിരുന്നു. ഒരു ദിവസം അത്ഭുതകരമായി അയാൾക്ക് കാഴ്ച തിരികെ ലഭിക്കുന്നു. എന്നാൽ ആദ്യം അയാൾ ചെയ്തത് ഇത്രയും കാലം കൂടെ ഉണ്ടായിരുന്ന ഭാര്യ അയാൾക്ക് മാച്ച് ആകുന്നില്ല എന്ന കാരണം പറഞ്ഞ് ഒഴിവാക്കുകയാണ്. അയാൾ ആദ്യം ഒരു നല്ല ജോലി കണ്ടെത്തുന്നു. ആദ്യ ദിവസം തന്നെ അയാളുടെ കമ്പനി ബോസിനെ അയാൾക്ക് ഇഷ്ടമാക്കുകയും അവരെ അയാൾ പണക്കാരനാണ് എന്ന് കാണിക്കാൻ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി വില കൂടിയ ഡ്രസ്സ് മേടിച്ച് അവരുടെ ശ്രദ്ധ ആകർഷിക്കുന്നു. ആ ബോസിന് ഇവന്റെ സ്റ്റൈലൊക്കെ കണ്ട് ഇഷ്ടമാകുന്നു. എന്നാൽ അവന്റെ ഫ്രണ്ടിന് ഇവനിലുണ്ടാകുന്ന മാറ്റങ്ങളെല്ലാം മനസ്സിലാകുകയും ഭാര്യ ഇത്രയും കാലം നീ അന്ധനായിട്ടും വിട്ടുപോകാതെ നോക്കിയതല്ലേ എന്നുമൊക്കെ ചോദിക്കുന്നു. എന്നാൽ അവൻ അതൊന്നും കേൾക്കുന്നില്ല. ഭാര്യയുടെ ഡൈവോഴ്സ് വേണമെന്ന് ആവശ്യപ്പെടുകയും കുട്ടികളെ പോലും അവന് വേണ്ട എന്ന് പറയുകയും ചെയ്യുന്നു. മാസങ്ങൾക്ക് ശേഷം ജോലിയിൽ പ്രൊമോഷൻ കിട്ടുന്ന അവന് ബോസിന്റെ കൂടെ നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നു. പക്ഷേ അധികം വൈകാതെ തന്നെ എല്ലാം തകിടം മറിഞ്ഞു. കമ്പനി പൂട്ടുകയും അവന്റെ ജോലിയും ബോസും എല്ലാം അവന് നഷ്ടമാകുകയും ചെയ്യുന്നു. ഒരു നാണവുമില്ലാതെ പഴയ ഭാര്യയുടെ ഒരു ചാൻസ് കൂടെ ചോദിക്കാൻ പോകുന്നു. എന്നാൽ അവർ പറ്റില്ല എന്ന് പറഞ്ഞു വിടുന്നു. രാപ്പകൽ അവരുടെ വീടിന്റെ മുന്നിൽ അവൻ വെയിറ്റ് ചെയ്തിരുന്നു. ഭാര്യയുടെ മനസ്സെങ്ങാണ് മാറിയാലോ എന്ന് വിചാരിച്ച്. ഒരു ദിവസം അവൻ കുറച്ച് അന്ധന്മാരുടെ ക്ലബിൽ ഭാര്യ ഒരാളുടെ കൂടെ ഡാൻസ് കളിക്കുന്നത് കാണുന്നു. അവന് കാര്യങ്ങളെല്ലാം മനസ്സിലാകുകയും അവൻ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. എന്നാൽ അവന് പതുക്കെ തന്റെ കാഴ്ച വീണ്ടും മങ്ങുന്നു. വീണ്ടും കാഴ്ച നൽകിയ മുഴ വളരുന്നത് കൊണ്ടാണ് എന്ന് ഡോക്ടർ പറയുന്നു. അയാൾ ഭാര്യയുടെ അടുത്ത് തിരികെ എത്താൻ വീണ്ടും ശ്രമിക്കുന്നു. എന്നാൽ അവൾ അയാളെ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല. പുറമെയുള്ള ഭംഗിയിൽ ആകർഷനായി ഉള്ളിലുള്ള നന്മയെ ഉപേക്ഷിച്ചാൽ ഈ സിനിമയിലെ നായകനെ പോലെയാകും. കാഴ്ചയാണോ സ്നേഹമാണോ വലുത്?